أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله مولانا العظيم. أشد الناس بلاء الأنبياء ثم الأمثل فالأمثل. صدق رسول الله. പ്രിയ സഹോദരങ്ങളെ, ഏതാനും പരിമിതമായ ദിവസങ്ങളിൽ ലോകത്തിന് റഹ്മത്തായി നിയോഗിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുല്ലിൽ ആലമീൻ അവിടത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. സമഗ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർണ്ണമായി പരിചയപ്പെടുത്തുക. ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അകവും പുറവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇസ്ലാം. കാരണം ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഖുർആനിലൂടെയാണ്. ഈ ഖുർആൻ ഇവിടെ ജീവിച്ച് ലോകത്തിന് സമർപ്പിച്ചത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് അവിടത്തെക്കുറിച്ച് ഏറെ പഠിച്ച അവിടുത്തെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായല്ലോ, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് തിരിച്ചവർ ചോദിച്ചത് അമാ തഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഖുർആനും ധാരാളം ഹദീസുകളും ഒക്കെ പഠിച്ച ഒരു പ്രഗത്ഭനായ ശിഷ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ബല, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അത് ഓതാറുണ്ട്. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ. എങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയണ്ട, ഖുർആൻ എന്താണോ അതിൻ്റെ ജീവിക്കുന്ന പതിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പരിചയപ്പെടുത്തി കാണാം ഒരു ഹദീസിലൂടെ, ബുഇസ്തു ലിഉതമ്മിമ മക്കാരിമൽ അഖ്ലാഖ്. എന്നെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടത് സദ്ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ലോകത്തിൻ്റെ മുന്നിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ആ തന്നെ നിയുക്തമായ എന്തൊക്കെ സൽഗുണങ്ങളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ ലോകത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് യാത്ര പോയത്. അപ്പോൾ അത് എത്ര കൂടുതൽ തന്നെ നമ്മൾ അന്വേഷിച്ചാലും വീണ്ടും അതിൻ്റെ അപ്പുറത്ത് ആ ജീവിതത്തിൽ മാതൃകകൾ കാണും. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ജനിച്ച അന്ന് തൊട്ട് വഫാത്ത് വരെ, നബുവത്തിൻ്റെ മുമ്പോ പിമ്പോ ലോകത്ത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ബുദ്ധിജീവികളിൽപ്പെട്ട ഒരാൾക്കെങ്കിലും ഒരു കറുത്ത പാട് കാണിക്കാൻ കഴിയില്ല എന്നതാണ്. അതങ്ങനെ പറയാൻ കാരണം എന്താ? ബുദ്ധിജീവി എന്ന് സ്വയം ചമയുന്ന ചില വ്യക്തികൾ, അവരാരുമാകട്ടെ, അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു നോക്കാതെ കണ്ണടച്ച് എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് പരക്കെ കാണാം. ലോകത്ത് മൊത്തമുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. നമുക്കിതിൽ ബേജാറാണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നേരത്തെ തുടങ്ങിയതാണ്. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളിൽപ്പെട്ട ഒരു ഹിക്മത്തുമാണ്. സാധാരണക്കാർ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും വിശദമായി പഠിക്കാനും ഈ ആരോപണങ്ങൾ പ്രചോദനമാവുന്നുണ്ട്. ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്കൊന്ന് കയറിയാലോ എന്നാണ്. അത് ഒരു നല്ല കാര്യമായിരിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തരമാറ്റുള്ള തങ്കമായി തിളങ്ങി നിൽക്കുന്നത് കാണാം. ലോകത്തിൻ്റെ മുന്നിൽ കിരീടം ധരിച്ച് പതാക വഹിക്കുന്ന ആയിരക്കണക്കിന് കഴിഞ്ഞു പോയവരും നിലവിലുള്ളവരുമായ ജനനായകന്മാരിവിടെ ഉണ്ട്, കഴിഞ്ഞു പോയവരുമുണ്ട്. അമ്പിയാക്കന്മാരുടേത് മാറ്റിവെച്ച് ലോകത്തെ നായകന്മാരെന്ന് പറയുന്ന രാഷ്ട്ര നേതാക്കളും ഭരണാധികാരികളും ബുദ്ധിജീവികളും അതുപോലെ തന്നെ ഈ അഭിനയിക്കുന്നവരും അല്ലാത്ത താരങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ വീട്ടിനകത്തേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക്, കുടുംബ അന്തരീക്ഷത്തിലേക്ക് ചെറിയൊരു പഴുതിലൂടെ എത്തി നോക്കിയാൽ അതിനീചവും വഷളവുമായ ചരിത്രമാണ് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാനുണ്ടാവുക. ആ വാതിലടച്ചു വെച്ച് പുറം ലോകത്തുള്ള ബാഹ്യമായ അവരുടെ പ്രവർത്തനവും അവരുടെ സേവനവും അവരുടെ നേതൃത്വവും അവരുടെ കഴിവും നോക്കിയാൽ ആരെയും മതിപ്പുളവാക്കും, ആർക്കും ആദരവ് തോന്നും. പക്ഷേ എവിടേക്ക് മാത്രം നോക്കാൻ പാടില്ല, വീട്ടിൻ്റെ അകത്തേക്ക്. അത് സ്വകാര്യതയിലേക്ക് ആരും കടന്നു കയറരുത്, സ്വകാര്യതയിലേക്ക് കടന്നു കയറരുത്. സമൂഹത്തിന് ബാധിക്കുന്ന വിഷയം നോക്കുക. അങ്ങനെയാണ് അവരൊക്കെ നേതാക്കളായത്. എന്നാൽ നമ്മൾ പറയണം അങ്ങനെയല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സമഗ്രവും സമ്പൂർണവുമാണ് ആ പ്രഖ്യാപനം. അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ സത്യമായും മനുഷ്യകുലത്തിന് മൊത്തവും, അതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ സാധാരണക്കാരനെന്നോ നേതാവെന്നോ പണ്ഡിതനെന്നോ വിദ്യാർത്ഥിയെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ മേഖലയിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഉത്തമ മാതൃകയുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഖുർആൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു വെല്ലുവിളിയാണ് ലോകത്തിൻ്റെ മുന്നിൽ, പ്രഖ്യാപനമല്ല. നമുക്ക് ബാഹ്യമായി തോന്നിയ ഒരു പ്രഖ്യാപനമാണ്. അതേ സമയത്ത് അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്തായി ലോകത്തിൻ്റെ മുന്നിൽ വെല്ലുവിളി അയച്ചതാണ്. നിങ്ങൾ പരിശോധിച്ചോളൂ. ആ ജീവിതത്തിൽ നുബുവത്ത് കിട്ടി ഇഹലോകവാസം വെടിയുന്നവരെയുള്ള 23 കൊല്ലമല്ല, അതേതായാലും അങ്ങനെ തന്നെ. അവിടുന്ന് ജനിച്ച അന്ന് തൊട്ട് ഇഹലോകവാസം വെടിയുന്നത് വരെ നുബുവത്തിൻ്റെ മുമ്പും പിമ്പും. നുബുവത്തിൻ്റെ പിമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പ്രചരിപ്പിക്കാനാണ് വിട്ടത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചെയ്യുന്നതും പറയുന്നതും കാണിക്കുന്ന മാതൃകളൊക്കെ ദീനാണ്. അതുകൊണ്ട് ദീനല്ലാത്തതുണ്ടായിക്കൂടാ. എന്നാൽ അതിൻ്റെ മുമ്പോ, നുബുവത്തിൻ്റെ മുമ്പ് നുബുവത്തിന് വേണ്ടി സർവലോക രക്ഷിതാവായ സർവജ്ഞനും സർവശക്തനുമായ അല്ലാഹു തമ്പുരാൻ അന്ത്യപ്രവാചകത്വം ഏറ്റെടുത്ത് ഈ ലോകത്തിന് മക്കാരിമുൽ അഖ്ലാഖ് പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കാൻ പോകുന്ന വ്യക്തിയെ അതിനു വേണ്ടി സജ്ജമാക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. വാപ്പ അതപ്പ് പഠിപ്പിക്കാനുണ്ടായിട്ടില്ല, ഉമ്മ അതപ്പ് പഠിപ്പിക്കുന്ന കാലത്ത് ജീവിച്ചിട്ടില്ല, അതപ്പ് പഠിപ്പിക്കേണ്ട പ്രായമായപ്പോൾ ഉപ്പാപ്പയുമില്ല. നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് മുതലാളിമാരുടെ ആടുമേച്ച് മലമാരങ്ങളിൽ നടന്ന് പകലന്തിയോളം ജോലിയെടുത്ത് വൈകുന്നേരം വന്ന് ക്ഷീണിച്ചവശനായി കിടന്നുറങ്ങി രാവിലെ വീണ്ടും കൂലിപ്പണിക്ക് ആടുമേക്കാൻ പോയി
കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ജീവിതത്തിൽ വെല്ലുവിളിയായിട്ട് സമുദായത്തോട്, മൊത്തം ലോകത്തോട് അല്ലാഹു തആല പറയാൻ വേണ്ടി ഞങ്ങളോട് പറയാം, ലഖദ് ഫീക്കും ലഖദ് ലബിസ്തു ഫീക്കും. ഞാൻ 40 വയസ്സ് കഴിഞ്ഞിട്ട് നുബുവത്ത് കിട്ടിയപ്പോൾ നിങ്ങൾ എന്തിന് എന്നെ ആക്ഷേപിക്കണം? ലഖദ് ലബിസ്തു ഫീക്കും ഉമുറൻ മിൻ ഖബ്ലിഹി. ഞാൻ നബിയാണെന്ന് പറയുന്നതിന് മുമ്പ്, ഞാൻ റസൂലാണെന്ന് പറയുന്നതിന് മുമ്പ്, ഞാനൊരു ശരീഅത്തിൻ്റെ വാക്താവായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ജനിച്ച് നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽപ്പെട്ട ഒരാളായി വളർന്നു. ഞാൻ ഈ 40 കൊല്ലത്തിനിടയിൽ എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന, എൻ്റെ രാത്രിയും പകലും പരിചയമുള്ള, ഞാനുമായി ഇടപഴകി നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ 40 കൊല്ലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ റിമാർക്കായിട്ടൊരു കറുത്ത പുള്ളി കാണിക്കാൻ സാധ്യമാണോ എങ്കിൽ പറയൂ. ഇല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് മധ്യവയസ്സിൻ്റെ പ്രായമെത്തി, നരബാധിക്കാൻ തുടങ്ങി, ചിന്തക്കും ബുദ്ധിക്കും പക്വത വന്ന് ഇനിയാണോ അബദ്ധം പറയുകയാണെങ്കിൽ ആ ചോരത്തളപ്പുള്ള കുട്ടി ചെറുപ്പത്തിലോ അതല്ലെങ്കിൽ അവിവേകമാവുന്ന കുട്ടിക്കാലത്തോ വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. അപ്പോൾ 40 വയസ്സിന് ശേഷം ലോകത്തിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചം എത്തിക്കാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അതിന് യോഗ്യത നേടിയതല്ല, മറിച്ച് നേരത്തെ ജനിക്കുന്ന പാരമ്പര്യം മുതൽക്ക് ശുദ്ധീകരിച്ചെടുത്ത് ജനനം തൊട്ട് 40 വയസ്സ് വരെ ഖണിശവും കൃത്യവുമായി ആ ജീവിതത്തിൻ്റെ ചലന നിശ്ചലനങ്ങൾ മുഴുവനും വളരെ കൃത്യമായി ജനമുന്നിൽ സമർപ്പിച്ച് അവരുടെ ഇടയിൽ മുഴുവനും അൽ അമീൻ അസ്സാദിഖ് എന്ന സൽപ്പേര് നേടി. അങ്ങനെ ജനിച്ച അന്ന് തൊട്ട് ഇഹലോകവാസം വെടിയുന്ന വഫാത്ത് വരെ മൊത്തമുള്ള ജീവിതത്തെ പറ്റി അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ചരിത്രം നമ്മുടെ മുന്നിൽ വ്യക്തമായി പറയുന്നു. കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ഉമ്മയില്ലല്ലോ, 6-ാം വയസ്സിൽ മരണപ്പെട്ടു പോയില്ലേ. വാപ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ഉപ്പാപ്പയുടെ കൂടെ താമസിക്കുന്ന കാലത്ത് തമ്മീസിന്റെ പ്രായം ആയി വരുന്നേ ഉള്ളൂ. 6-ാം വയസ്സിലാണല്ലോ ഉപ്പാപ്പാൻ്റെ കൂടെ വന്നത്. ഉപ്പാപ്പാൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് മക്കയിൽ കൊല്ലത്തിൽ വലിയ ഒരു ഉത്സവം നടക്കാറുണ്ട്. അന്ന് ദീനറിയില്ല, തൗഹീദ് അറിയില്ല, ജാഹിലീങ്ങളാണ് നാട്ടിൽ. ഈ ഉത്സവത്തിൻ്റെ അന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ, പെൺമക്കൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരിമാർ നാട്ടു നടപ്പനുസരിച്ച് ഈ ഉത്സവത്തിന് അവരും പോകും. അപ്പോൾ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയാണല്ലോ. അപ്പോൾ ഈ പിതൃ സഹോദരിമാർ, അമ്മായിമാർ എന്ന് പറയുന്ന അവർ കുട്ടിയെയും കൂടെ കൂട്ടി ഉത്സവപ്പറമ്പിലൊക്കെ പോയി. പ്രധാനത്തെ അവിടെ ചടങ്ങ്, ഈ ചെല്ലുന്നവരൊക്കെ അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയാവുന്ന ബിംബത്തെ ചിലർ സുജൂദ് ചെയ്യും, ചിലർ പ്രാർത്ഥിക്കും. അതൊന്നുമില്ലാത്തവർ എന്താക്കും, ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് അതിമൊന്ന് തൊട്ടുമുത്തും. അതെല്ലാവരും ചെയ്യും. അങ്ങനെ എല്ലാവരും, പലരും സുജൂദ് ചെയ്യുന്നു, പലരും പ്രാർത്ഥിക്കുന്നു. അതൊന്നുമില്ല, ഈ അമ്മായികൾ ഒന്ന് തൊട്ടുമുത്തി, അത്രയും അവരും ചെയ്തിട്ടുള്ളൂ. കുട്ടി ഇതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു അമ്മായി പറഞ്ഞു, മോനെ എന്താ അങ്ങനെ? എല്ലാവരും കണ്ടില്ലേ ഈ പ്രതിഷ്ഠക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ചിലവർ തൊട്ടുമുത്തുന്നു. ഇത് തൊട്ടൊന്ന് മുത്തിക്കളയാൻ. അപ്പം തൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തുള്ള ഈ അമ്മായി പറയുന്നതല്ലേ എന്നുള്ളയാൾക്ക്
അമ്മായിയുടെ കൽപ്പനക്ക് വിപരീതം വരണ്ടല്ലോ, ധിക്കാരാണ്ടല്ലോ എന്നുള്ള നിലക്ക് ഈ പ്രതിഷ്ഠയ്ക്കിൻ്റെ അടുത്തേക്ക് ഒന്ന് തൊട്ടുമുത്താൻ വേണ്ടി പോകുമ്പോൾ ഒരടി മുന്നോട്ട് വെച്ചുള്ളൂ. അടുത്തെത്തിയിട്ടില്ല, തൊട്ടിട്ടില്ല. ഈ ഉദ്ദേശത്തിൽ ഒറ്റ കാലടി എടുത്തു വെക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ച് കുട്ടി ആകെ വിളർത്ത് പിന്നോട്ട് ഇങ്ങനെ കൈകൊണ്ട് എന്തോ തടിയും പോലെ ആയിട്ട് പിന്നോട്ട് ഇങ്ങോട്ട് മാറി. അപ്പം അമ്മായികൾക്കൊക്കെ പേടിയായി. എന്തേ മോനെ എനിക്ക് അപ്പം എന്തോ പേടിച്ച് പരിഭ്രമിച്ച് കുട്ടി വിളർത്ത് പിന്നോട്ട് മാറുന്നത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ, അപ്പം നിങ്ങൾ കണ്ടില്ലേ? എന്താ മോനെ നമ്മളൊന്നും കണ്ടില്ലല്ലോ. അതാ ഒരു ഭീമാകാരനായ ഒരാൾ ഞാനങ്ങോട്ട് പോകുമ്പോൾ ഇലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കൈ ചുരുട്ടി എൻ്റെ നെഞ്ഞത്ത് ഇടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭീമാകാരനായ ഒരാൾ വന്നു. അവിടുന്ന് എന്ന് നമ്മളെ ഭാഷയിൽ പറയുന്ന ഇലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുള്ളാണ്. ഞാൻ അഥവാ അന്ന് തൊട്ടുമുത്തിയുണ്ടോ അല്ല കേടുണ്ടോ? സുജൂദ് ചെയ്യുന്നില്ല, പൂജിക്കുന്നില്ല, ഒരു തൊടിയല്ലേ ഉള്ളൂ. കുട്ടിയല്ലേ, തമ്മീസാകാത്ത കുട്ടിയല്ലേ. പക്ഷേ അന്ന് ആ പ്രതിഷ്ഠയെ അമ്മായിയുടെ താല്പര്യപ്രകാരം തൊട്ടുമുത്തിയിരുന്നു എങ്കിൽ ചരിത്രത്തിലൊരു രേഖയാണ്. നാളെ പിറ്റേന്ന് ഈ ബിംബങ്ങൾ ഒന്നിനും കഴിയാത്തതാണെന്നും അത് നമ്മളും നമ്മളെ വാപ്പമാരും കൊത്തിയുണ്ടാക്കിയതാണെന്നും അതിന് ഉപദ്രവങ്ങൾ വരുത്തി വെക്കാൻ കഴിയില്ലെന്നും പ്രസംഗിക്കുമ്പോൾ ചോദിക്കൂലേ ചങ്ങായിമാർ, എടാ ഇല്ലേനി നമ്മളെ കൂടെ പണ്ട് മുത്താനും തൊടാനും ഒക്കെ? വെറുതെ തമാശക്ക് വേണ്ടിയെങ്കിലും ഒരു ചുവന്ന വര ആ വിശുദ്ധമായ ജീവിതത്തിൽ വരും. അത് വന്നുകൂടാ എന്നുള്ള അല്ലാഹു നിർബന്ധമുണ്ട്. ഞാൻ ആ വശം നീട്ടി വരല്ലോ, വിഷയത്തിലേക്ക് വരാം. മറ്റൊരിക്കൽ കൂട്ടുകാരനായ മറ്റൊരു കുട്ടിയും തിരുനബി തങ്ങൾ, അന്ന് നബിയായിട്ടുള്ള കുട്ടിയാണ്, 10 വയസ്സൊക്കെ ആയ ആ പ്രായം, തമ്മീസിൻ്റെ പ്രായമായിട്ട് പ്രായപൂർത്തി എത്തിയിട്ടില്ല. ആട് മേയ്ക്കാൻ വേണ്ടി മലയോരത്തിൽ പോവും. എന്നാൽ എന്നും ഒന്നും വീട്ടിലേക്ക് വരില്ല. കൂമ്പ് തന്നെ ഭക്ഷണം കൂടെ കൊണ്ടുപോകും. ആടിനെ കൂട്ടി അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ അന്തി ഉറങ്ങും. അങ്ങനെ തൻ്റെ കൂടെയുള്ള ഈ കുട്ടി പലപ്പോഴും രാത്രിയായാൽ ചില ദിവസങ്ങളിൽ താഴെ വിനോദങ്ങളും ഉല്ലാസത്തിന് വേണ്ടതായ പാട്ടും ചെണ്ടമുട്ടും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി നേരം വെളുത്ത് അന്തിയാവോളും ആട് മേച്ചതല്ലേ, ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഈ കുട്ടി പോകുമ്പോൾ എന്ത് പറയും? എൻ്റെ ആടിനെയും കൂടി ഒന്ന് നോക്കണേ എന്ന് തങ്ങളാവുന്ന ഈ കുട്ടി അത് സ്വീകരിക്കും. അങ്ങനെ പലപ്പോഴും പോകാറുണ്ട്. അതിൻ്റെ ഇടക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവാൻ പോകുന്ന ഈ കുട്ടിക്ക് ഒരാഗ്രഹം. അതിലിപ്പോൾ എന്താ തെറ്റ്? കാണാൻ പോകില്ലേ, ഒന്നും ചെയ്യണില്ല, എന്നാൽ അവിടെ കള്ളുടിക്കുന്നില്ല, മറ്റില്ല, ഒന്നുമില്ല. ഇവരുടെ ഈ പാട്ടും കൊട്ടും ആഘോഷവും അതൊക്കെ ഒന്ന് കണ്ട് ഒരു മാനസിക ഉല്ലാസത്തിന് കണ്ടുപോരാം എന്ന നിലക്ക് കൂടെക്കുന്ന കുട്ടിയോട് പറഞ്ഞ്, എടാ നീ പലപ്പോഴും പോകുമ്പോൾ ഞാനാണല്ലോ നിൻ്റെ ആടും, ഇന്ന് എനിക്കൊന്ന് അങ്ങാടിയിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം, അതുകൊണ്ട് എൻ്റെ ആടിന് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കുട്ടി സന്തോഷത്തോടെ സ്വീകരിച്ച്, കാരണം കുട്ടിക്ക് പലപ്പോഴും ചെയ്തു കൊടുക്കുന്ന സഹായം ഒരു ദിവസമാണല്ലോ, ഞാൻ നോക്കാം നിങ്ങൾ പോയിക്കോർന്നു. ഇങ്ങനെ കുട്ടി ഇറങ്ങി മലമന്ന് താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വരുമ്പോൾ മലയിറങ്ങി താഴെ വന്ന് പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആദ്യത്തെ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പം അവിടെ നിന്നൊരു ദഫ് മുട്ടും പാട്ടും കേട്ടു. അപ്പം എന്താ, അവിടെ ഒരു കല്യാണം നടക്കുക വീട്ടിൽ. കല്യാണ വീട്ടിൽ പാട്ടും ദഫ് മുട്ടും ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിനും ഇപ്പോൾ ദഫ് മുട്ടും പാട്ടും പാടുന്നതിന് ഇസ്ലാമിനും കുഴപ്പമൊന്നും പറഞ്ഞില്ല, അങ്ങനത്തെ ആഘോഷ ദിവസങ്ങൾ. അപ്പം ആ ഇറങ്ങിയ ഇറക്കം പട്ടണത്തിൽ പോയി ഈ വിനോദങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ പാട്ടും ദഫ് മുട്ടും കുറച്ചും കേൾക്കാം എന്ന നിലക്ക് അവിടെ ഇരുന്നു.
ഒരു മരത്തിനെ ചാരിയിട്ട് അവിടെ ഇരുന്നു. വീട്ടിലേക്ക് പോയിട്ടില്ല, വീട്ടിൽ വിട്ടാ കേക്ക് നടന്നു. ഇരുന്നത് ഓർമ്മയുണ്ട്. ഇരിക്കുകയും നേരം വെളുത്ത് വൈകുന്നേരം വരേക്കും വെയിൽ കൊണ്ട് ആട് വെച്ച് ക്ഷീണിച്ച കുട്ടി ഈ മരത്തെ ചാരി ഇരുന്നത് ഓർമ്മയുണ്ട്. ഒറ്റ ഉറക്കായിരുത്തത്തിൽ. പിന്നെ ഉണരുന്നത് രാവിലെ സൂര്യനുദിച്ച് വെയിൽ ദേഹത്ത് മുട്ടിയപ്പോഴാണ് ഞെട്ടി ഉണർന്നു. ഈ പരിപാടിയൊക്കെ രാത്രി ഉണ്ടാവുള്ളൂ. അന്നൊന്നും കഴിഞ്ഞില്ല, കഴിഞ്ഞു തിരിച്ചുപോയി. എന്തായിന്ന് ചോദിച്ചു മറ്റവനെ, കൂട്ടുകാരനെ. ഞാൻ എവിടെയും പോയിട്ടില്ല, സൂക്കിൽ തന്നെ എത്തിയിട്ടില്ല, അതിന് മുമ്പ് എന്നെ ഇങ്ങനെ സംഭവിച്ചു. ആട്ടെ. പിന്നെ കുറേ കാലത്തിന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പറഞ്ഞു, ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ, സൂക്കിലൊക്കെ ഒന്ന് പോയി ഇവരെ പാട്ടിലും കൂത്തിലും ഒക്കെ ഒന്ന് കാണാൻ, വേറൊന്നുമല്ല, ഒന്ന് കണ്ടുവരാം. ഞാൻ വൈക്ക് ഇറങ്ങിയിട്ട് മുടങ്ങണ്ടെന്നുള്ളവർക്ക് എൻ്റെ മറ്റൊരു വൈക്ക് കൂടെ പറ്റിയ പ്രാവശ്യം ഇറങ്ങി. ഇറങ്ങി താഴെ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ നിയമം അല്ലാതെ എന്താ നമ്മൾ പറയാം, ആ ഭാഗത്ത് വന്നപ്പം അവിടെയും പറഞ്ഞേക്ക് മലയുടെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഫസ്റ്റിലെ പെരയിൽ കല്യാണത്തിന് നല്ല ദഫും മുട്ടും പാട്ടും ഉണ്ട്. മറ്റേ ഇപ്പം വിനോദമാണല്ലോ. എന്നാൽ ഇതൊന്ന് കേൾക്കുക. അപ്പോൾ നോക്കണം, ഇസ്ലാമിൽ ഇപ്പോഴും അത് ഹറാമില്ല. ദഫ് മുട്ടും പാട്ടും കല്യാണപ്പെരെ ചെയ്തോട്ടെ, അനുവദിച്ചതാണല്ലോ. അതിന് പോവുകയല്ല, ഒന്ന് കേട്ടിരിക്കാന്ന് എഴുതിയിട്ട് ഇരുന്ന ഇരുത്തം വന്നും അത് തന്നെ. രാവിലെ സൂര്യൻ ഉദിച്ച് വെയിൽ ദേഹത്ത് മുട്ടിയപ്പോഴാണ് ഉണരുന്നത്. എന്നിട്ട് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയുന്നത്, പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ജാഹിലിയ കാലത്ത് നടപ്പുള്ള യാതൊരു തരം വിനോദത്തിലും പോകണമെന്നൊരാഗ്രഹം തന്നെ എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ വന്നിട്ടില്ല കുട്ടിക്കാലത്ത്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു പോന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാഹ്യ ജീവിതത്തിൽ നബിയായി, ഭരണാധികാരിയായി, സൈനിക നായകനായി, പൊതുപ്രവർത്തകനായി, എല്ലാം ഇതിലെവിടെയും ഒരു കറുത്ത പാട് കാണിക്കാൻ ലോകത്ത് ഒരു ചരിത്ര പണ്ഡിതനോ ഒരു ബുദ്ധിജീവിക്കോ സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് നിയന്ത്രിക്കുന്നത്. എന്നാൽ ആ സ്വകാര്യ ജീവിതത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാൽ അത് ലോകത്ത് ഒരു സമുദായവും ഒരു സമൂഹവും അംഗീകരിക്കാത്തതാണ്. ലോകത്തുള്ള ഒരു നേതാവിൻ്റെയും പേഴ്സണലായ സ്വകാര്യ ജീവിതം പുറത്തിട്ട് ജനമധ്യത്തിൽ അവളെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹവും അംഗീകരിക്കുന്നതല്ല. ആദരണീയരായ ഒരു നായകൻ, ഒരു നേതാവ്, ഒരു പ്രധാനി അയാളുടെ സ്വകാര്യ ജീവിതത്തിലുള്ള എന്തെങ്കിലും റിമാർക്കുകൾ പുറത്തിട്ട് സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ ഇവർ സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോവുക ചെയ്യാം. കാരണം എന്താ, അതങ്ങനെയൊക്കെ കഴിയുള്ളൂ എന്ന്. സ്വകാര്യ ജീവിതത്തിൽ അങ്ങനെയാണ്, ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. അവരുടെ പരസ്യജീവിതം എത്ര കണ്ട് സംശുദ്ധമാണോ അതിൽ ഒട്ടും കുറവല്ലാത്ത സമ്പൂർണ്ണ സംശുദ്ധമായിരിക്കും അവരുടെ സ്വകാര്യ ജീവിതം. അതിൽ ഒരു കറുത്ത പാട് കാണിക്കാൻ ഒരു സത്യസന്ധനും നിഷ്പക്ഷമതിയുമായ ഒരു അന്വേഷകന് സാധ്യമല്ല എന്നതാണ് സത്യം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ആക്ഷേപം പറയുന്നവർ, ആരെ പറ്റി ആക്ഷേപം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ സമൂഹത്തിലൊരംഗം എന്ന നിലക്ക്, ആ സമൂഹത്തിൻ്റെ മാതൃകായോഗ്യൻ എന്ന നിലക്ക്, ആ സമൂഹത്തിൻ്റെ നായകൻ എന്ന നിലക്ക് വിലയിരുത്തുമ്പോൾ ആരായാലും, അതിന് വിധങ്ങളെന്നല്ല, ആരാണെങ്കിലും വിലയിരുത്തുമ്പോൾ സാമാന്യ മര്യാദ, ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി, സാംസ്കാരിക അവസ്ഥ,
രാഷ്ട്രീയ ചുറ്റുപാട് ഇതൊക്കെ പരിഗണിക്കണം. അല്ലാതെ വരുന്നത് അന്യായമാണ്. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെറുക്കിയെടുത്ത് അതിനെ ഉയർത്തിക്കാട്ടി ആക്ഷേപിക്കുന്നവരോട് പറയാനുള്ളത്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ആകർഷകമായ സുന്ദരമായ അവയവം കണ്ണാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹബീബത്തൈനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണിനെ പറ്റി പറഞ്ഞു. ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവയവമാണ് കണ്ണ്. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം കണ്ണോളം മറ്റൊന്നിലില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അളക്കാൻ കണ്ണോളം സഹായകമാവുന്ന വേറൊന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ ഇൻ്റലിജൻസുകാരും പാസ്പോർട്ട് എടുക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ ആധാർ എടുക്കുമ്പോഴും ഒക്കെ കണ്ണ്, എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ കണ്ണ് എല്ലാവരും പരിശോധിക്കുന്നത്. എന്തിനാണ്? സുർമട്ടണോ നോക്കിയല്ലോ. ഇവരുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കാൻ കൃത്രിമം കാണിക്കാൻ പറ്റാത്തൊരവയവമാണ്. ഇത്രയും സുന്ദരമായ ഈ അവയവം, അതിനൊരു പ്രത്യേക പൊസിഷനുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു സ്ഥലം, അതിലൊരു പ്രത്യേക പൊസിഷനിൽ നിൽക്കണം. അപ്പോഴേ ആ സൗന്ദര്യമുള്ളൂ. ആ കണ്ണ് ഒരു കത്തിയെടുത്ത് ചൂഴ്ന്നെടുത്ത് ഒരു തളികയിൽ വെച്ചിട്ട് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചാൽ അത്രയും ഭീകരമായ ഒരവയവം മനുഷ്യ ശരീരത്തിൽ വേറുണ്ടാവില്ല. ഉറപ്പല്ലേ? ഈ കാണുന്ന കണ്ണേ അവിടെ നിന്ന് ചൂന്നെടുക്കുക, എന്നിട്ടൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ കണ്ണൂർ പേടിച്ച് ഓടും. അത്രയും ഭീകരമായിരിക്കും. അതെന്താണ്? സ്ഥാനത്ത് നിന്ന് വേർപ്പെടുത്തിയെടുത്തുകൊണ്ട് വിലയിരുത്തുമ്പോൾ ഇതാണ് പ്രശ്നം. ഇത് ഞാൻ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചു. അതാണിപ്പോൾ ഒരാക്ഷേപം. ഒരുപാടുണ്ട്, നമുക്ക് ക്രമേണ പറയും, വിശദീകരണം വരും, ആവശ്യം പോലെ പറയാനുള്ള സമയത്ത്. കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇവിടെ ഏതൊരു സമൂഹത്തിലായിരുന്നു, ഏത് സാമൂഹ്യ ചുറ്റുപാടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു വന്നത് എന്ന് നോക്കണം. അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക നിയമ പരിസരത്തും അത് തെറ്റല്ലെങ്കിൽ ആ സാമൂഹ്യ പരിസരവും ആ ചുറ്റുപാടും നമ്മൾ പരിഗണിക്കണം. ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവരെ ഭാഗത്തുനിന്നല്ല ഈ ആക്ഷേപം വരുന്നത്. പിന്നെ ആരുടെ ഭാഗത്തുനിന്നാ? പടിഞ്ഞാറിൻ്റെ ഭാഗത്തുനിന്നാ. പടിഞ്ഞാറിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ നസാറാക്കളും യഹൂദികളുമാണ്. അവരായത് പടച്ചു വിടുന്നത്. എല്ലാം പടിഞ്ഞോട്ട് നോക്കി തീരുമാനിക്കുന്ന ബുദ്ധിജീവികളെന്ന് പറയുന്ന കുറച്ച് സാധുക്കൾ അത് ഏറ്റുപാടുകയാണ്. കേട്ടാൽ തോന്നുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിജീവികളാണ്. ഐറ്റങ്ങളാരോ യഹൂദികളോ നസറാക്കളോ പറഞ്ഞത് ഇവരുടെ ലഫ്ളിൽ ഇവിടെ പറയുന്നു എന്നുള്ളൂ. എന്നാൽ ഈ യഹൂദികളുടെ ഏറ്റവും ആദരണീയനായ അബ്രഹാമിന് എത്ര പത്നിമാരുണ്ടായിരുന്നു? വേളി കഴിച്ചത് 2, സംബന്ധം 2, 4 അതിന് മറുപടി അറിഞ്ഞോളി ആദ്യം. നെട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് അത് 2 കൂട്ടർക്കും ബാധക. യഹൂദിക്കും ബാധകമാണ്, നസ്രാനിക്കും ബാധകമാണ്. കാരണം അബ്രഹാമിനെ ആദരിക്കാത്തവർ യഹൂദികളിലും നസ്രാക്കളിലും ആരുമില്ല. ഒന്നുകൂടി കീഴ്പോട്ട് വന്നാൽ ഡേവിഡ് ചക്രവർത്തി, സോളമൻ ചക്രവർത്തി, നമ്മൾ ദാവൂദ് നബീന്നും സുലൈമാൻ നബീന്നും പറയും. അങ്ങനെ അവർ പറയില്ല. ഡേവിഡ് ചക്രവർത്തിയും സോളമൻ ചക്രവർത്തിയും പ്രവാചകന്മാരാണ്. ഡേവിഡ് ചക്രവർത്തിക്ക് വെപ്പാട്ടികളും പത്നിമാരുമായിട്ട് 100 പേരുണ്ടായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോരെ ഇങ്ങോട്ട് കയറുക. ഇത് മറുപടിയല്ല കേട്ടോ, ഇത് ഇൽസാമിൻ്റെ വെച്ചത്ത മറുപടി. ഞാൻ വേറെ പറയും, മറുപടി വേറെ ഉണ്ട്. ഇത് ഇൽസാമിൻ്റെ വെച്ചത്ത പറയുന്നത്. സോളമൻ ചക്രവർത്തിക്ക് പത്നിമാര് 360
ബാക്കി വെപ്പാട്ടികളും കൂടി 1000 സ്ത്രീകളുണ്ടായിരുന്നു. ഇത് സമ്മതിക്കുന്ന നിങ്ങൾ ഡേവിഡ് ചക്രവർത്തിയുടെയും സോളമൻ ചക്രവർത്തിയുടെയും 100നും 1000നും മറുപടി പറഞ്ഞിട്ട് പോരെ 9 മുഹമ്മദ് നബിനെ ആക്ഷേപിക്കാൻ? ആകെ 9 ഉള്ളൂ. അങ്ങനെന്താ 11? ഒരു സമയത്തുള്ളതാണല്ലോ ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു പോയതിന് ശേഷം വേറൊരാൾ കെട്ടി അതിന് ബഹുഭാര്യത്വം എന്നറിയോ? ഇല്ല. 9 ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൂ. അപ്പൊ എത്ര കുറവായിപ്പോയി. 100 അബ്ദുൽ മുത്തലിബിന്റെ പേരമകൻ. അത് മനസ്സിലാക്കണം. ഒരു കാലത്ത് മക്കയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായിരുന്ന, തിരുവായ്ക്ക് എതിരുവായില്ലാത്ത, ഒരു തീര് മേയുന്ന, ഒരു പ്രദേശത്ത് മേയുന്ന ഒട്ടകങ്ങളെ അബ്രഹത്തിൻ്റെ പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയത് എത്ര അറിയോ? 200. 200 ഒട്ടകത്തെ ഒരു ഭാഗത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടെങ്കിൽ എത്ര ഒട്ടകത്തിന് ഉടമയായിരിക്കും അദ്ദേഹം? അതുപോലെ ഈ യുക്തിവാദികൾ എന്നോ ബുദ്ധിജീവികൾ എന്നോ പറയുന്ന ഇവരുടെയൊക്കെ വ്യക്തിപരമായ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ കെട്ടിയതൊന്നാണെങ്കിലും കെട്ടാത്തത് 100 എന്ന് തെളിയിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടിയാൽ പറയും സ്വകാര്യ വ്യക്തി ജീവിതത്തിൽ കൈവക്കാൻ പാടില്ല. അത് ശരി, നിങ്ങളെ സ്വകാര്യ വ്യക്തി ജീവിതത്തിൽ കൈവക്കാൻ പാടില്ല. കാരണം എന്താ? അത് അത്രയും മലീമസമാണ്. ശരിക്ക് ആനി ബസന്റ് പറഞ്ഞില്ലേ, ഞാൻ എനിക്കൊന്ന് കടന്നു പോകുന്നില്ല, യൂറോപ്യൻ്റെ ഏകഭാര്യത്വം, ഒരു ഭാര്യയെ ഭാര്യ എന്ന പേരിൽ വീട്ടിൽ നിർത്തിയിട്ട് വേശ്യാലയം തേടിപ്പോകുന്ന ഭർത്താവിൻ്റെ ഏകഭാര്യയായി നിൽക്കുന്നതിനേക്കാൾ അഭിമാനം എല്ലാ നീതിയും ന്യായവും നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ബഹുഭാര്യത്വം അനുസരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. അവർ കുറച്ചുകൂടി ബുദ്ധിയുള്ളൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ ഞാൻ കിടക്കേണ്ട ആവശ്യമില്ല. ക്ലബ്ബുകളിൽ പോയാൽ അതിനായി എന്തൊക്കെ പേരിലാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, എന്തൊക്കെ പേരിലാണ് കീ ചേഞ്ച് മുതൽക്ക് പല പേരിലും ക്യാബറ നൃത്തത്തിൽ ആ പ്രത്യേക ഡിം ലൈറ്റ് അല്ലാത്ത വേറെ എല്ലാ ലൈറ്റും വിട്ടാൽ ഒരു നിശ്ചിത സമയം വരെ കള്ള് കുടിച്ച് കൂത്താടി ഡാൻസ് കഴിഞ്ഞാൽ പിന്നീട് ആരുടെയൊക്കെ കൂടെ ക്ഷയിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്. സംശുദ്ധമായ ജീവിതം ജനിച്ച അന്ന് മുതൽ വഫാത്ത് വരെ കണിശമായി പാലിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വം വിമർശിക്കുന്നത്. ഞാനതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച സാമൂഹ്യ ചുറ്റുപാട് നമുക്ക് വ്യക്തമാക്കി തരുന്ന സംഭവങ്ങൾ കാണാം. 9 ഭാര്യമാരല്ലേ നബി തങ്ങൾക്കുള്ളൂ. അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ എന്ന് പറഞ്ഞാൽ അറബി ലോകത്ത് ഏത് ഗോത്രത്തിലും വിവാഹം അന്വേഷിച്ചാൽ ആ ഗോത്രത്തിന് ഒരു അഭിമാനമായി കണക്കാക്കുന്ന അവസ്ഥ. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അല്ലെങ്കിൽ പേരമകൻ നമ്മളെ കുടുംബത്തിൽ നിന്ന് പെണ്ണന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ആ തറവാടിനൊരു അഭിമാനമാണ്. എങ്കിൽ ഒരു തറവാട്ടിൽ നിന്നിട്ട് ഒരു കുട്ടിയെ കെട്ടാൻ ഈ പേരക്കുട്ടി തയ്യാറായാൽ ആ സമൂഹത്തിൽ തന്നെ ആ ഗോത്രത്തിന് മുഴുവനും അന്തസ്സ് ഉയരും. ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നമുക്ക് കാണാം. ത്വായിഫ് ഫതഹിൻ്റെ ശേഷം ത്വായിഫുകാർ ഇസ്ലാം മതം സ്വീകരിച്ച് വന്ന കൂട്ടത്തിൽ വയലാൻ സഖ്ഫി റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ 10 ഭാര്യമാരുണ്ട് കൂടെ. ഒരേ സമയത്ത് 10 ഭാര്യമാർ. അതുകൊണ്ട് തന്നെ സഖീഫ് ഗോത്രത്തെ ഏറ്റവും പ്രഗത്ഭന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ട്? 10 കുടുംബത്തിൽ നിന്നിട്ടും വിവാഹം കഴിക്കുമ്പോൾ ആ കുടുംബം അത് അന്തസ്സായി കണക്കാക്കി. വയലാൻ നമ്മുടെ വീട്ടിലെ പുതിയാപ്പളയാവുക എന്ന് പറയുന്നത് നമ്മുടെ തറവാടിന് അഭിമാനമാണെന്ന് പറയുന്ന
അക്കാലത്ത് 10 ഭാര്യമാർ, അങ്ങനെ 3 or 4 സഹാബാക്കൾ ആ സംഭവത്തിൽ 10 ഭാര്യമാരുള്ളവരുണ്ടായിരുന്നു. ബഹുഭാര്യത്വം അഭിമാനത്തിൻ്റെ ചിഹ്നമായി, ആളുടെ അന്തസ്സിൻ്റെ അടയാളമായി അറബി ലോകം മൊത്തം കണ്ടിരുന്നു. എന്നല്ല, ഒരു ഭർത്താവിന് വേണ്ടി 2ാം വിവാഹം അന്വേഷിക്കുമ്പോഴും 3ാം വിവാഹം അന്വേഷിക്കുമ്പോഴും 4ാം വിവാഹം അന്വേഷിക്കുമ്പോഴും അവരെ കാണാൻ പോകാനും അവരെ സ്വീകരിക്കാനും അവരെ കൂട്ടിക്കൊണ്ടുവരുവാനും പോകുന്നത് നേരത്തെ ഭാര്യമാരായിരുന്നു. അതവരെ അഭിമാനത്തിൻ്റെ ചിഹ്നമായാണ് കണ്ടിരുന്നത്. നമ്മുടെ സമൂഹമല്ല അറബി സമൂഹം, അത് മനസ്സിലാക്കണം നമ്മൾ. കാരണം എന്താ, ഒരു പെണ്ണ് കെട്ടാൻ തന്നെ കഴിവില്ലാത്ത അവസ്ഥ, അതിൽ കൂടെ 2 കെട്ടിയാവോൻ എത്ര പ്രഗത്ഭന. എൻ്റെ ഭർത്താവിന് എത്ര ഭാര്യമാരുണ്ട്? 8 ആളുണ്ട്. മാഷാ അല്ലാഹ്, 8 ഭാര്യമാരൊക്കെ കെട്ടാൻ എത്ര വലിയ ഭാഗ്യവതിയാട്ടോ, എത്ര വലിയൊരാളെ ഭാര്യയായി കിട്ടിയല്ലോ. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് അതാണ്. ഇതിൽ നിങ്ങൾ മുറിച്ചെടുക്കല്. നേരത്തെ ഞാൻ പറഞ്ഞേക്ക് 13 വയസ്സിൽ കസ്തൂർബാനെ കെട്ടിയപ്പോൾ അതൊരു കുറ്റമല്ല. എന്തുകൊണ്ട്? പ്രസവിച്ച് 40ൻ്റെ അന്ന് ഇന്നും വടക്കേന്ത്യ എടുത്തു പോയിട്ടില്ല. പ്രസവിച്ച് 40 കുളിൻ്റെ അന്ന് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുന്ന സംസ്കാരം ഗോത്ര സമൂഹത്തിൽ ഇന്ത്യയിൽ ഇന്ന് നിലക്കുണ്ട്. നിയമം മൂലം ഇന്ത്യ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗോത്ര സംസ്കാരം എന്ന നിലക്ക് കൈവടിയാൻ ഇന്നും ആ സമൂഹങ്ങൾ പൂർണ്ണമായി തയ്യാറായിട്ടില്ല. 40 കുളിക്കുന്ന കുട്ടി ജനിച്ചിട്ടേ 40ാം ദിവസം ഉണ്ടല്ലോ, 40 കുളി, അതൊരാഘോഷ. ആ ദിവസം തന്നെ എന്താക്കും? പെൺകുട്ടിയാണെങ്കിൽ ഒരു പുതിയാപ്പള കുട്ടീനെ കണ്ടെത്തി, ആൺകുട്ടിയാണെങ്കിൽ ഒരു പുതിയ പെൺകുട്ടീനെ കണ്ടെത്തി, അന്ന് തന്നെ വിവാഹം നടക്കുക. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ച് ജീവിക്കൽ പ്രായപൂർത്തി എത്തിയിട്ടാണ്. ഇത് ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ നിയമം മൂലം വിരോധിച്ചുകൊണ്ട് പരസ്യമാക്കാൻ പ്രയാസമുണ്ട്. പണ്ട് അങ്ങനെ തന്നെ. ഇന്ന് നിയമപരമായിട്ട് അതിന് പിൻബലമില്ല. പക്ഷെ ഇത് നിലനിന്നിരുന്ന, ഇതൊരു ഗോത്രത്തിൻ്റെ സംസ്കാരമായി ലോകം അംഗീകരിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അതിനെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാൻ എന്ത് അവകാശമാണ്? സമൂഹത്തിലെ ഒരു വ്യക്തിയല്ലേ ഇവനും? ആ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ അവനും ഭാഗമാകാവില്ലേ? അപ്പോൾ അറബി ലോകം അങ്ങനെയാണ്. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ അത് ഏറ്റവും വലിയ അന്തസ്സിൻ്റെ, ഏറ്റവും വലിയ പ്രാപ്തിയുടെ, യോഗ്യതയുടെ ചിഹ്നമാണ് കൂടുതൽ ഭാര്യമാരുണ്ടാകുക. ആ കണക്കിന് അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ എന്ന നിലക്ക് ഒരു 40 ഭാര്യമാരെങ്കിലും കെട്ടേണ്ടിയിരുന്നു. അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ആ സമൂഹം ബഹുമാനാദരവുകളുടെ സ്വീകരിക്കുമായിരുന്നു. അതാണ് അന്നത്തെ സാമൂഹ്യ സിറ്റുവേഷൻ. പക്ഷേ സംയമനം പാലിച്ച് വളരെ സൂക്ഷിച്ച് 9 ആളെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ. അതിന് ഓരോന്നും പ്രത്യേക പശ്ചാത്തലങ്ങളുടെ അവിടത്തേക്ക് അവരെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കടന്നു വരാം. 1. രണ്ടാമത്തെ ഒരു കാരണം രാഷ്ട്രീയ നിലപാട്. അറേബ്യൻ രാഷ്ട്രീയ ചുറ്റുപാട് അന്നും ഇന്നും അതിന് മാറ്റില്ല. ഒരു പ്രമുഖ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലെ അംഗം വിവാഹം ചെയ്താൽ നേരത്തെ അവർ എത്ര കടുത്ത ശത്രുക്കളായിരുന്നു എങ്കിലും ഈ തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രമുഖ വ്യക്തി വിവാഹം കഴിച്ച കുടുംബത്തിൽ ആ കുടുംബത്തിനോട് കലഹിക്കാൻ ഈ കുടുംബത്തിന് അപമാനമാണ്. മകളെ കെട്ടിയ പുതിയാപ്പള കുടുംബത്തോട് കലഹിക്കുക എന്ന് പറയുന്നത് പെണ്ണിൻ്റെ കുടുംബത്തിന് അപമാനമാണ്. ഇത് അന്നുണ്ടായിരുന്ന ഗോത്രത്തലവന്മാരും രാജ്യ നേതാക്കളും വലിയൊരായുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അവരുടെ ഗോത്രത്തിന് അല്ലെങ്കിൽ അവരുടെ നാട്ടുരാജ്യത്തിന്, അറബിയിൽ നാട്ടുരാജ്യം അല്ലാതെ വലിയ രാജ്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, ഭീഷണിയായിട്ട് ഒരു സമൂഹം, ഒരു ഗോത്രം അപ്പുറത്തുണ്ടെങ്കിൽ ബുദ്ധിമാനായ ഭരണാധികാരി ചിന്തിക്കുക, തങ്ങളുടെ ഏറ്റവും കടുത്ത വിരോധികളാവുന്ന ആ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടാം,
അതിന് സാഹചര്യം ഒത്തുവന്നാൽ ആ ഭാഗത്തെ രാഷ്ട്രീയ പ്രശ്നത്തിന് പരിഹാരമായി. ഇനി ആ ഗോത്രം ഈ ഗോത്രത്തോട് യുദ്ധം ചെയ്യില്ല, അത് അവർക്ക് അപമാനമാണ്. അത് അന്ന് മാത്രമല്ല, ഇന്നും അതാ. ഹിജാസ് ഉൾപ്പെടെയുള്ള ഇന്നത്തെ സൗദി അറേബ്യയുടെ, ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. മഹാനായ അബ്ദുൽ അസീസ് ചക്രവർത്തി ആൽ സൗദ്, അദ്ദേഹമാണ് ആധുനിക സൗദി അറേബ്യയുടെ പിതാവ്. ഏകദേശം ഇന്ത്യയുടെ 2/3 വിശാല വിസ്തൃതമായ ഒരു ഭൂമിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ അധിപനായി കേവലം ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു അംശമധികാരി എന്ന് പറയുന്ന നാട്ടുരാജാവിൽ നിന്നിട്ട് വളർന്ന് ഇന്ത്യയുടെ 2/3 വിശാല വിസ്തൃതമായ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി അയാൾ വളരാൻ ഉപയോഗിച്ചത് 2 ആയുധങ്ങളാണ്. ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാം. നമ്മൾ ചോദ്യം ചെയ്യേണ്ട, ഒരാളെ ഇഖ്ലാസ് ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് അവകാശമില്ല. ഒന്ന്, പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുമെന്ന ധാരണ ഉണ്ടാക്കിയെടുത്തു. അതിന് അദ്ദേഹം കോടിക്കണക്കിന് രൂപ, അന്ന് ബ്രിട്ടീഷ് വെള്ളി രൂപയാണ് അവിടെ ഉപയോഗിച്ചത്. ഗോത്രത്തലവന്മാർക്കും ഗോത്രത്തിലുള്ള നേതാക്കൾക്കൊക്കെ കൈ നിറയെ പണം കൊടുത്ത്, യുവാക്കൾക്കൊക്കെ തൊഴിൽ, ഗവൺമെൻറ്റിൽ തൊഴിൽ കൊടുത്ത്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൊഴിൽ കൊടുത്ത് ചെറു ഗ്രാമങ്ങളും ചെറു സമൂഹങ്ങളെ മുഴുവനും അയാൾ കയ്യിലെടുത്തു. പക്ഷേ വലിയ ഗോത്രങ്ങൾ അതിനൊന്നും വഴങ്ങാതെ വന്നപ്പോൾ ഓരോ പ്രദേശത്തു നിന്നും വലിയ ഗോത്രത്തിൽ നിന്നിട്ട് അബ്ദുൽ അസീസ് രാജാവ് വിവാഹം കഴിക്കാൻ തുടങ്ങി. ഒരു സമയത്ത് 4 ഇത് പറ്റുള്ളൂ. അതിന് 4 പ്രമുഖ ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അവരുമായി കൂടി കുറച്ചു കാലം ജീവിച്ചു. പിന്നെ അവരെ ത്വലാഖ് ചൊല്ലി തലമുറകളോളം ജീവിക്കാൻ വേണ്ട സ്വത്തും കൊടുത്ത് ഈ 4 പെണ്ണുങ്ങളെ പിരിച്ചയച്ചു. പിന്നെ വേറെ 4 കെട്ടി. അവരെ കുറച്ചു കാലം കൊണ്ടുനടന്ന് അവർക്ക് ജീവിതാവസാനം വരെ സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ട സ്വത്ത് കൊടുത്ത് അവരെ പിരിച്ച് വേറെ 4 കെട്ടി. അങ്ങനെ പ്രദേശങ്ങളോളം നടന്ന് അതിൽ പലർക്കും കുട്ടികളുണ്ട്. അങ്ങനെ ഇയാൾക്ക് 10-40 മക്കളുണ്ടായത്. ഇതിലൊന്നും ഒതുങ്ങാത്തതായിരുന്നു ഖഹ്താനി വിഭാഗം. അവർ ഈ പെണ്ണെട്ടലിനും ഈ കാശിനൊന്നും ഒതുങ്ങുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഞാനൊക്കെ അവിടെ ചെല്ലുന്ന കാലത്ത് ജിസാബാദ് ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറയും, സൗദി എന്താ വല്ല ഖഹ്താനി? സൗദി അറേബ്യൻ്റെ ഉള്ളിൽ തന്നെയാണ്. ചെന്തിട്ട് സൗദിയല്ലേ, ഖഹ്താനി അറ്റ. അവിടെ ബുദ്ധിമാനായ ഫഹദ് രാജാവ് വിജയിച്ച്. ഫഹദ് രാജാവ് ഖഹ്താനിന്ന് പെണ്ണെട്ടി, ആ പ്രശ്നം പരിഹാരം. അപ്പം രാഷ്ട്രീയമായ വലിയൊരായുധമാണ് അന്നും ഇന്നും അറബികളിൽ ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഞാൻ സമയമില്ല, സംശയം ഉണ്ടാവും. തീർത്താൽ പിന്നെ ഒരു തമ്മിൽ ബന്ധം മുറിയില്ല. അതിനാണ് ജീവിത അവസാനം വരെ ജീവിക്കാൻ വേണ്ട സുഭിക്ഷമായ സ്വത്ത് കൊടുക്കണം. രാജാവ് കെട്ടിയ ആളെ നമ്മൾ ഉമ്മത്തുൽ മുഅ്മിനീന മസലല്ലേ, അത് ഇസ്ലാമിലൊന്നുള്ളതല്ല, ഓലെ ഗോത്ര സംസ്കാരമാണ്. രാജാവ് കെട്ടി വീട് കൂടിയ ഒരു പെണ്ണിനെ ഇനി മരണം വരെ മറ്റൊരു ഭർത്താവ് കെട്ടിക്കലും രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു രാജാവ് കെട്ടിത്തീർത്ത ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് കെട്ടാൻ പാടില്ല. രാജകുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ രാജകുടുംബക്കാർക്കല്ലാതെ കെട്ടാൻ പാടില്ല. എനിക്കറിയുന്ന ഒരു പെണ്ണുണ്ട്, ഒരു സാധാരണ ഒരു നല്ല തറവാട്ടിൽപ്പെട്ട ഒരു അറബീനെ തന്നെ ഒരു രാജകുമാരി, ജിദ്ദയിലുള്ള ഒരു രാജകുമാരി നിർബന്ധപൂർവം കല്യാണം കഴിച്ചു. അതോടുകൂടി ആ കുടുംബത്തിൽ നിന്ന് ആ പെണ്ണിനെ ഒഴിവാക്കി. യാതൊരു അവകാശവും അധികാരവും ഒരു ബന്ധം ഇന്ന് ആ പെണ്ണുമായിട്ട് ഈ കുടുംബത്തിൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, അവരുടെ ആങ്ങളമാരുണ്ട്. സമീപകാലത്ത് അവരെ ഉമ്മ മരിച്ചിട്ട് ഈ ഉമ്മാനെ പോലും കാണാൻ അവർക്ക് വരാൻ അവിടെ യാതൊരു അവകാശമില്ലായിരുന്നു. അപ്പോൾ ഈ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ശാശ്വതമായ ആ ബന്ധം നിലനിർക്കുന്ന ചുരുക്കം ഓരോ സാമൂഹ്യ, അതൊന്നും ഇസ്ലാമല്ല കേട്ടോ. അവരുടെ
സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഇന്നത്തെ നിലപാടതാണ്. എങ്കിൽ നൂലറ്റ മാലമണികളെ പോലെ ചിന്നിച്ചിതറിക്കടന്ന അറബി സമൂഹത്തെ മദീന കേന്ദ്രമായ ഒരു രാഷ്ട്രം സ്ഥാപിച്ച് ആ രാഷ്ട്രത്തിൻ്റെ ചക്രവർത്തി എന്ന് ഞാൻ പറയുന്നില്ല, ഭരണാധികാരിയായി നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ മൊത്തം ജസീറത്തുൽ അറബ് തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിൻ്റെ മാലയിൽ കോർക്കപ്പെട്ട ഒറ്റമാല പോലെ കോർത്തിണക്കപ്പെട്ടു. അതിന് വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾ, തന്ത്രപരവും ബുദ്ധിപരവും ശാസ്ത്രീയപരവും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന പ്രദേശത്തെ ഗോത്രത്തലവൻ്റെ മകളെ വിവാഹം കഴിക്കാം. അത് 2 സാമ്പിൾ ഉദാഹരണം വിശദമായിട്ടുണ്ടോ പിന്നെ പറയാം, പിന്നെ സമയമില്ല, ഇപ്പോൾ സമയം കഴിഞ്ഞാണ്. അതിൽപ്പെട്ട ഒന്ന് ബനുൽ മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ട ഹാരിസിൻ്റെ മകൾ മൈമൂനല്ല, എന്താണ്, ഹാരിസിൻ്റെ മകൾ മൈമൂന ഹാരിസിൻ്റെ മകൾ തന്നെയാണ്. അതല്ല, അവർ പിന്നെ ബനുൽ മുസ്തലഖ് കാരത്തിയല്ല. അങ്ങനെ ഈ വിവാഹം, ഈ ഹാരിസും അയാൾ ഉൾക്കൊള്ളുന്ന ബനുൽ മുസ്തലഖുകാരും വലിയൊരു ഗോത്രത്തിൻ്റെ നേതാവാണ് അയാൾ. ബനുൽ മുസ്തലഖ് ഗോത്രം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് എന്നും തലവേദന. അതിനു മാത്രം അംഗസംഖ്യയുണ്ട്, ആയുധബലമുണ്ട്, നേതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ കൊള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഇവരെ അടിച്ചമർത്താൻ വേണ്ടി മക്കൾക്ക് സാധിച്ചിട്ടില്ല. മദീനക്ക് അതൊരു വെല്ലുവിളിയായി നിലന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കടി രാഷ്ട്രം വികസിപ്പിച്ച് വളർന്നു വരുന്നത് കണ്ടപ്പോൾ അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കിലൂടെ മദീനയെ തകർക്കാൻ വേണ്ടി ഹാരിസിൻ്റെ നേതൃത്വത്തിൽ സൈനിക സജ്ജീകരണങ്ങൾ നടക്കുകയെന്നും യുദ്ധപരിശീലനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് നബി തങ്ങൾക്ക് കിട്ടി. ആ കിട്ടിയത് പൗതി, കിട്ടാത്തത് പൗതി. അവർ ഒരുങ്ങി തയ്യാറായി മദീനയെ വന്ന് ആക്രമിക്കാൻ ഉള്ള സമയം, സാവകാശം കൊടുത്താൽ വലിയൊരു രക്തച്ചൊരിച്ചിലും വലിയ ആൾനാശവും വലിയ കുഴപ്പങ്ങളും സംഭവിക്കും. അതുകൊണ്ട് ചെവി അറിയാതെ ബനുൽ മുസ്തലഖിലേക്ക് ഒരു മിന്നൽ അറ്റാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായ ഒരു മിന്നൽ അറ്റാക്കിലൂടെ ബനുൽ മുസ്തലഖുകാരെ അമ്പരപ്പിച്ചു. അവരൊന്നും കഴിഞ്ഞിട്ടില്ല. സൈന്യങ്ങൾക്ക് പരിശീലനം കൊടുത്ത് ആയുധങ്ങൾ ഒരുക്കി തയ്യാറാകാൻ നിൽക്കണേ, പണി നടക്കണേ ഉള്ളൂ. ഒരിക്കലും ഈ ന്യൂസ് നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നും ഇങ്ങനൊരു അറ്റാക്ക് വരുന്നു സ്വപ്നത്തിലൂടെ അവർ ഊഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കിൽ അവർ പെട്ടെന്ന് അമ്പരന്ന് പോയി. 200 വീട്ടുകാരെ പൂർണ്ണമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 200 വീട്ടുകാരെന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ടാവുന്ന കൂട്ടണം. അതിൽ ആണും പെണ്ണും വലിയോലും ചെറിയോലും ഒക്കെ ഉണ്ട്. നേതാവുന്ന ഹാരിസും മക്കളും ജീവനും കൊണ്ടോടി. അന്ന് പിടിക്കപ്പെട്ടതിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ പുത്രി ബർറത്ത്. ബർറത്തിൻ്റെ പേര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ മാറ്റിയിട്ടതാണ്. ആ പ്രശ്നം തന്നെ തീർന്നു. കഴിഞ്ഞോ? ഇല്ല, തീർന്നിട്ടില്ല. ഇവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബർറത്തിനെ സ്വതന്ത്രയാക്കാം എന്ന, വെറുതെ സ്വതന്ത്രയാക്കാം എന്ന വ്യവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു. നബി തങ്ങൾ വീട് കൂട്ടിയതിൻ്റെ പിറ്റേന്ന് രാവിലെ സുബഹിക്ക് ജനങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഏകദേശം 1000-ഓളം വരുന്ന ആളുകളുള്ള 200 കുടുംബം മുഴുവനായിട്ട് അടിമയായിട്ടാണ് മദീനത്തിലുള്ളത്. രാവിലെ സുബഹിക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ മദീനക്കാരാകെ പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കുടുംബം
അവരെ എങ്ങനെ അടിമയാക്കി വെക്കും? എല്ലാവരും ഇത്തക്കാക്കി. ഒരൊറ്റ വിവാഹം കൊണ്ട് 1000-ഓളം തടവുകാരെ ഒറ്റ ദിവസത്തിൽ മൊത്തം എന്താക്കി? സ്വതന്ത്രരാക്കി. ഇതിലും വലിയൊരു അനുഗ്രഹം ഒരു പെണ്ണിന് കിട്ടാനില്ല. ആയിഷാ ബീവി അത് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അത് തീർന്നില്ല, ജീവനും കൊണ്ട് ഓടിയ മകനും ഹാരിസും ഈ ആളുകൾക്ക് ഇസ്ലാം മതം സ്വീകരിച്ച് ഓല് നാട്ടിൽ തിരിച്ചു ചെന്നിട്ട് ഇങ്ങനെ സംഭവം, മദീനത്തെ രാജാവ് ഇങ്ങളെ മോളെ കെട്ടിയാണ് കന്തസായി. അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ എൻ്റെ മോളെ കെട്ടിയേ. ആടാ, ഞാനത്ര മോശമല്ലല്ലോ, എന്നാ ഞാൻ എന്തായാലും വേണ്ടിയില്ല മുസ്ലിമാകനെ. അങ്ങനെ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദ്റത്തിൽ വന്നു. ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് ബനുൽ മുസ്തലഖ് പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി ഹാരിസിനെ വിട്ടു. അതോടുകൂടി ആ പ്രദേശം മൊത്തം എന്തായി മാറി? ഇസ്ലാമിൻ്റെ പ്രവിശ്യയായി മാറി എന്ന് മാത്രമല്ല, അറബികൾ മൊത്തം ഭീഷണിയായിരുന്ന ബനുൽ മുസ്തലഖിൻ്റെ ഷെറ് അതോടുകൂടെ ഇല്ലായ്മ ചെയ്തു. പിന്നെ ഞാൻ അബൂ സുഫിയാൻ്റെ സമയമില്ല. അബൂ സുഫിയാൻ്റെതോ ബദറിൽ വന്നിട്ടെങ്കിലും ബദർ യുദ്ധത്തിൻ്റെ കാരണം ഉഹദിലും ഖന്തഖിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ സൈന്യത്തെ നയിച്ച അബൂ സുഫിയാൻ ഹിജറ 6-ാം വർഷത്തിൽ സ്വന്തം മകൾ ഉമ്മു ഹബീബയെ, റംല എന്ന ഉമ്മു ഹബീബയെ വിദേശത്ത് ഒറ്റപ്പെട്ട് ഒരു ചെറിയ പെൺകുട്ടി മാത്രം, ഹബീബ എന്ന പേരിൽ ചെറിയ മോള്, ഭർത്താവ് മരണപ്പെട്ടു. ആരോരുമില്ലാതെ മക്കത്തെ വലിയ നേതാവാവുന്ന അബൂ സുഫിയാൻ്റെ മകള് അബിഷായിൽ നിൽക്കുന്നു എന്ന് കേട്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. അബ്ഷാ ചക്രവർത്തി ആദരപൂർവ്വം അയച്ചു. അതിന് ശേഷം ഒരിക്കലെങ്കിലും അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിൽ വാടെടുത്തിട്ടില്ല. മക്ക എന്ന വൻശക്തി പിന്നീടൊരിക്കലും ഒരു സൈനിക നീക്കത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ തുനിഞ്ഞിട്ടില്ല. ഈ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാമൂഹ്യ ചുറ്റുപാടായാലും രാഷ്ട്രീയ പശ്ചാത്തലമായാലും അന്നത്തെ സാമൂഹിക നീതിയായാലും വിവാഹം കൂടുന്നത് രാജ്യരക്ഷയുടെയും രാഷ്ട്രത്തിൻ്റെ സമാധാനത്തിൻ്റെയും സമൂഹത്തിലെ അന്തസ്സിൻ്റെയും അടിസ്ഥാനമായിരുന്നൊരു സമൂഹമായിരുന്നു അന്ന് എന്ന് ആദ്യമായി നമ്മൾ പഠിക്കാം. ബാക്കി വിശദമായിട്ട് ഓരോന്ന് വരുമ്പം ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു എത്തി നോക്കൽ നടത്തിയിട്ട് അവിടെ നിന്നുള്ള പ്രകാശവും ആ സംശുദ്ധിയും ആ സത്യസന്ധതയും ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വെളിവാക്കി വിവരിക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് കാണുന്ന വിശുദ്ധിയേക്കാൾ ഒട്ടും പറകിലില്ലാത്ത സമ്പൂർണ്ണ സംശുദ്ധമായ 100% ക്ലിയറായ പ്രകാശിക്കുന്ന ഒരു ചരിത്രമാണ് ആ ജീവിതം. അതുകൊണ്ട് തന്നെ അവിടുത്തെ രഹസ്യവും പരസ്യവും സാമൂഹികവും വൈയക്തികവുമായ എല്ലാ ജീവിതത്തിലും ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇൻഷാ അല്ലാഹ് ഭാഗം തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ma'adin online.com